അദ്ദേഹം തിരിച്ച് അല്ലെങ്കിൽ അസുഖം ഒക്കെ ഭേദമായി വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഓണമാണ്. നമ്മളെ സംബന്ധിച്ചാൽ വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന അതിൻ്റെ പുറകിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് ദിവസങ്ങൾ സംസാരിച്ചു. ഈ കാര്യം ഇപ്പോഴും ഈ അടുത്ത നിലയൊക്കെ സംസാരിച്ചു. അദ്ദേഹം തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഡബ്ബിങ് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പം അപ്പുവിന് ശേഷം ഇപ്പം മകള് കൂടി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയാണ്. മകൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരുന്നു? അങ്ങനെ ഒരു ഉപദേശമില്ല. അവർക്ക് ഇഷ്ടം തോന്നിയ ഒരു സമയത്ത് അവരൊരു സിനിമയിൽ അഭിനയിക്കട്ടെ എന്ന് ചോദിച്ചു. കാര്യം അവരുടെ കൂടെയുള്ള എല്ലാവരും അഭിനയിക്കുകയാണ്. കല്യാണിയായാലും കീർത്തിയായാലും അപ്പുവായാലും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അവർ മാർഷൽ ആർട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു കഥ കിട്ടി. അപ്പോൾ ശരി, ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അതിനുള്ളൊരു സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊരു സിനിമ ചെയ്യുന്നു. ബാക്കിയുള്ളത് നമുക്കറിയില്ല. അത് ഒരു സിനിമയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടമാണ്. അതാണ് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഹാപ്പിയാണോ എന്നറിയില്ല. ഏതായാലും ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി റിസൾട്ട് പറയാൻ പറ്റും. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ലാലേട്ടൻ ഫാമിലി എൻ്റർടൈനർ, അതായത് അപ്പുവാണെങ്കിൽ മകളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. അയ്യോ, അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാം 3 പേര് അഭിനയിക്കുന്നൊരു സിനിമ. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ട് അങ്ങനൊരു നമുക്കും ആഗ്രഹമുണ്ടല്ലോ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാനൊക്കെ. അങ്ങനെ ആഗ്രഹം സാധിക്കട്ടെ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കാം.